ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്ന കാര്യം, നമ്മളെല്ലാവരും ഫോൺ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഫോണ് നമ്മൾ ഇടയ്ക്ക് പുതിയ ഫോൺ വരുമ്പം ഇപ്പോൾ ഐഫോണൊക്കെ ആണെങ്കിൽ പുതിയത് നമ്മൾ മാറ്റിക്കൊണ്ടേ ഇരിക്കുമല്ലേ. ഇല്ലെങ്കിൽ മറ്റേതായാലും നമ്മൾ കുറേ ഇപ്പോൾ സാംസങ് ആയാലും പുതിയ പുതിയ വെർഷൻ വരുമ്പോൾ നമ്മളിങ്ങനെ പുതിയ ഫോൺ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പം നമ്മൾ ഈ പുതിയത് വാങ്ങുമ്പം പഴയത് നമ്മൾ ചിലപ്പോൾ ഒന്നൊക്കെ രണ്ടെണ്ണമായിട്ട് അടുത്തതും കൂടെ കൊണ്ട് നമ്മൾ നടക്കാറുണ്ട്. ഒന്ന് വാങ്ങി പഴയതും കൂടെ. അപ്പം പഴയത് ചിലപ്പോൾ നമ്മൾ ആർക്കെങ്കിലും ഒക്കെ എടുത്ത് ഇങ്ങനെ കൊടുക്കാറുണ്ട്, ഒന്ന് വിൽക്കാറുണ്ട്. പഴയ ആൾക്കാർ അറിഞ്ഞുകൂടാത്തവരൊക്കെ ചിലപ്പം അത് പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പം അത് ചില ആൾക്കാർ എന്ത് ചെയ്യുക, അതിൽ മെമ്മറി കാർഡൊക്കെ കാണും, പഴയ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം നമ്മൾ മാറ്റാറുണ്ട്. അപ്പം ഇപ്പോൾ ചില അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ മറന്നൊക്കെ പോയി ഇപ്പോൾ ആരെങ്കിലും കയ്യിലൊക്കെ നമ്മൾ കൊടുക്കാറുണ്ടല്ലേ. ഇപ്പം മിക്കവർക്കും ഫോണിൻ്റെ എല്ലാ ടെക്നോളജി അറിയാവുന്നവരാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഒന്ന് ഓർക്കേണ്ടത്, നമ്മൾ കുറേ പ്രൈവറ്റ് ആയിട്ടുള്ള നമ്മളെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അതിലുണ്ടാവും, ഫോട്ടോസ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം, സ്ത്രീകളായാലും പുരുഷന്മാരായാലും എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഫോൺ കൊടുക്കുമ്പോൾ തന്നെ അതിലുള്ള എല്ലാം നമ്മൾ മാറ്റിയിട്ട് ഒന്നൊരു മെമ്മറി കാർഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലോട്ട് മാറ്റുക. എല്ലാം മാറ്റിയിട്ട് ഡിലീറ്റ് ചെയ്തൊക്കെ വേണം കൊടുക്കാൻ. ചിലവർക്ക് ഇപ്പം കടയിലൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഇത് അറിയാമെന്നുള്ളതുകൊണ്ട് അവർ റീസ്റ്റോർ ചെയ്ത് എടുക്കാൻ ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒന്നിലും ഫോൺ കൊടുക്കാതിരിക്കുക നമ്മൾ ആർക്കും. ഇപ്പോൾ ഇല്ലെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ നമുക്ക് വാലിഡ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആരെങ്കിലും ടെക്നീഷ്യനെ അല്ലെങ്കിൽ അറിയാമെന്നുള്ളവരെ കൊണ്ട് അതെന്ത് ചെയ്യണമെന്നുള്ളത് നോക്കിയിട്ട് അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കൊടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അത് ഒന്നും ആലോചിക്കാതെ നമ്മളെടുത്ത് ആർക്കും എടുത്ത് ഫോൺ കൊടുക്കരുത് അത് കേട്ടോ. അതപ്പം ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മിക്കവാറും ചെയ്യുന്നതാണ് അറിയാമെന്നുള്ളവർ. ഇപ്പം ചില അറിഞ്ഞുകൂടാത്തവരൊക്കെ നമ്മൾ ചിലപ്പം പെട്ടെന്ന് നാട്ടിൻപുറത്തുള്ളവരൊക്കെ ഈ പഴയ ഫോട്ടോസ് നമ്മളെല്ലാം ഒത്തിരി വീഡിയോസും ഫോട്ടോസ് എടുക്കുന്നുണ്ട്, ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ അത് നമ്മൾ വേറെ ആർക്കെങ്കിലും പൈസയ്ക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ എടുത്ത് കൊടുക്കുമ്പോഴും എല്ലാം ഒന്ന് ആലോചിച്ചോ. അപ്പോൾ അതിൽ നിങ്ങളുടെ ഫോട്ടോസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ കാലം അറിയാമല്ലോ, എന്തെങ്കിലും കിട്ടിയാൽ മതി, അതിനെ പിന്നെ മോർഫ് ചെയ്ത് ഇതാക്കി പിന്നെ നമുക്ക് അവർ ഓരോന്ന് ഇപ്പം നോർമലി ഇപ്പം നമ്മൾ നടന്നു പോകുമ്പോഴേ ഇല്ലെങ്കിൽ നോർമൽ ആൾക്കാരുള്ളപ്പോഴേ തന്നെ ഇപ്പോൾ ഓരോരോ സംഭവവികാസങ്ങൾ നടക്കുന്നുണ്ട് ഇല്ലേ. അപ്പം ഫോണൊക്കെ നമ്മൾ എന്തെങ്കിലും വാലിഡായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ ഓരോരോ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ അറിയാമല്ലോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ പുതിയ ഫോൺ പോകുമ്പോൾ പഴയ ഫോൺ ഒന്നിൽ നമ്മളെ കയ്യിൽ തന്നെ വെച്ചേക്കുക കേട്ടോ, ആർക്കും കൊടുക്കണ്ട. അപ്പോൾ ഇല്ലെങ്കിൽ കൊടുക്കുന്നെങ്കിൽ അതെല്ലാം ആരെങ്കിലും കാണിച്ചിട്ട് എല്ലാം ഡിലീറ്റ് ചെയ്യുകയോ എന്തെങ്കിലും